ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +1 തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള +1 സോഷ്യോളജിയിലെ 10ാമത്തെ അവസാനത്തെ പാഠത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സീരീസിലെ അവസാന വീഡിയോ ആണ്. അപ്പോൾ ഇന്ത്യൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ 9ാമത്തെ പാഠം നമ്മൾ പഠിച്ചിരുന്നത് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് ആണെങ്കിൽ 10ാമത്തെ പാഠമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സോഷ്യോളജിസ്റ്റും അവരുടെ സംഭാവനകളും അവരുടെ പുസ്തകങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ശാസ്ത്രം എന്ന നിലയിൽ സോഷ്യോളജിക്ക് പ്രാധാന്യം ലഭിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു. 1919 ബോംബെ സർവകലാശാലയിൽ ആദ്യമായിട്ട് സമൂഹശാസ്ത്ര പഠനം ആരംഭിച്ചത് അപ്പോൾ ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സയൻസാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന LK അനന്തകൃഷ്ണ അയ്യരാണ്. 1861 1937 അദ്ദേഹം മരിച്ചു. 1902 വംശീയ സർവേക്ക് നേതൃത്വം കൊടുത്തു. കൽക്കത്ത സർവകലാശാലയിൽ ഇന്ത്യയിലെ ആദ്യ ബിരുദാനന്തര ബിരുദ നരവംശാസ്ത്ര ആന്ത്രോപോളജി അത് MA കോഴ്സ് PG കോഴ്സ് ആരംഭിച്ചു എന്നുള്ളതാണ്. ദെൻ അടുത്ത് ശരത് ചന്ദ്ര റോയിയാണ്. 1871 ജനിച്ച് 1942 മരണപ്പെട്ട ആളാണ്. ഒറോവൺ, മുണ്ട, ഗാരിയ എന്നീ ഗോത്രങ്ങളെ ഇന്ത്യയിലുണ്ടായിരുന്ന ഗോത്രങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. 1922 മാൻ ഇൻ ഇന്ത്യ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മാൻ ഇൻ ഇന്ത്യ എന്നുള്ള ജേണൽ പ്രസിദ്ധീകരിച്ചു. നാഗ്പൂർ പ്രദേശത്തെ ആദിവാസികളെക്കുറിച്ച് പഠിച്ച ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ശരത് ചന്ദ്ര റോയ്. ദെൻ GS ഗുരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചു. പ്രധാന പഠന മേഖല അദ്ദേഹത്തിൻ്റെ ഗോത്ര സംസ്കാരങ്ങൾ, ഇന്ത്യയിലെ ജാതിയും വംശവും, ജാതീയതയുടെ സവിശേഷതകൾ. അപ്പോൾ ഇയാളുടെ പ്രധാന മേഖല ഏതൊക്കെയാണ്? ഗോത്ര സംസ്കാരം, അതുപോലെ തന്നെ ഇന്ത്യയിലെ ജാതിയും വംശവും, ജാതിയുടെ സവിശേഷതകൾ. അദ്ദേഹത്തിൻ്റെ ജേണല് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് നമ്മുടെ GS ഗുരെയാണ്. ഗുരയെ വേരിയർ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള വേരിയർ എൽവിനും ഇദ്ദേഹം തമ്മിലുള്ളൊരു സംവാദം ഒക്കെ ഉണ്ട്. എൽവിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായി മാറി നിൽക്കുന്നതാണ് ഗോത്ര സംസ്കാരം. ഹൈന്ദവ സംസ്കാരം ഗോത്ര സംസ്കാരത്തെ ചൂഷണം ചെയ്യുകയും തരം താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഗോത്ര സംരക്ഷണവും സാംസ്കാരിക തനിമ നിലനിർത്തേണ്ടതും ഗവൺമെൻറ്റിൻ്റെ ധർമ്മമാണ്. ഗുരയുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത സാംസ്കാരിക വിഭാഗമായി ഗോത്രവർഗ്ഗക്കാരെ ചിത്രീകരിക്കുന്നതല്ല. അപ്പോൾ ഇത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. അവരെ പിന്നോക്കരായിട്ടുള്ള ഹിന്ദുക്കളായിട്ട് കാണാം. ഇത് രണ്ടും വേറെയല്ല. ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാർ ഹിന്ദുമതവുമായി നിരന്തര സമ്പർക്കമുണ്ടായിരുന്നു. ഹൈന്ദവ സംസ്കാരത്തിൽ പിന്നോക്കാവസ്ഥക്ക് നവീകരണം ആവശ്യമായതുപോലെ ഗോത്ര സംസ്കാരത്തിനും നവീകരണം. അതുപോലെ തന്നെ ഹെർബർട്ട് റിസ്ലിയും ഗുരെയും തമ്മിലുള്ള കാഴ്ചപ്പാടുകൾ. റിസ്ലിയുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ വംശങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം ഇന്ത്യയാണെന്ന് വിശ്വസിച്ചു. അതുപോലെ തന്നെ ജാതികൾ സ്വഗണ വിഭാഗം മാത്രം നടത്തുന്നതിനാൽ ഓരോ ജാതിയും ഓരോ വംശത്തിൽ പെട്ടതായിരിക്കും. ജാതിയുടെ ഉത്ഭവം വംശത്തിൽ നിന്നാണെന്നുള്ളത്. ഓക്കെ, ഗുരയുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഗുരെ പൂർണ്ണമായും യോജിക്കുന്നില്ല ഈ വാദത്തോട്, റിസ്ലിയുടെ വാദത്തോട്. ഇത് വടക്കേ ഇന്ത്യയിൽ മാത്രമേ സാധ്യമുള്ളൂ. ഇന്ത്യയിൽ മറ്റു ഭാഗങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വംശീയ വിഭാഗങ്ങൾ കാലങ്ങളായിട്ട് ഇട കലർന്നാണ് പോകുന്നത് എന്നാണ്. അപ്പോൾ ഈ രണ്ട് സംവാദങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. GS ഗുരെ പ്രാധാന്യം നൽകിയ ജാതി വ്യവസ്ഥയുടെ 6 സവിശേഷതകൾ വിശദമാക്കും. 6 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഒന്ന് ഖണ്ഡവിഭജനം, ശ്രേണിബദ്ധമായിട്ടുള്ള വിഭജനം, അതുപോലെ തന്നെ ശുദ്ധാശുദ്ധ സങ്കല്പം, സാമൂഹിക പരസ്പര പ്രവർത്തനത്തിന് മേലുള്ള നിയന്ത്രണം, അഥവാ ഇടകലരുത്, ഭക്ഷണം പങ്കുവെക്കരുത്, മറ്റുള്ളവരെ ജാതിയിൽ ശുദ്ധാശുദ്ധ സങ്കല്പമാണ്. അതുപോലെ തന്നെ അവകാശങ്ങളിലും ധർമ്മങ്ങളിലുള്ള വേർതിരിവ്, തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള നിയന്ത്രണം. ജാതീയതയുടെ പ്രത്യേകത തന്നെയാണ്. ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാൻ പറ്റില്ല, ജന്മനാ ലഭിച്ച ഒരു തൊഴിലുണ്ടാവും.
വിവാഹത്തിന്മേലുള്ള നിയന്ത്രണം അഥവാ സ്വഗണ വിവാഹം മാത്രമേ അനുകൂലിക്കുന്നുള്ളൂ. ഇനി അടുത്ത് DP മുഖർജിയാണ്. DP മുഖർജിയുടെ കൃതിയാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ മ്യൂസിക് ആണ് കേട്ടോ. പാരമ്പര്യം മാറ്റവും എന്ന ആശയം വ്യക്തമാക്കുക. DP മുഖർജി പാരമ്പര്യവും മാറ്റവും എന്നുള്ളത് DP മുഖർജിയുടെ ആശയം. ഇന്ത്യയിലെ സാമൂഹ്യ പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നാണ് ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞന്മാരുടെ ചുമതല എന്നാണ്. ഇന്ത്യയുടെ മുഖ്യ സവിശേഷത അതിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയാണ്. പാരമ്പര്യത്തെക്കുറിച്ചുള്ള പഠനം ഭൂതകാലത്തെക്കുറിച്ചുള്ള പഠനത്തോടൊപ്പം മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനം കൂടിയാവണം അല്ലേ. പാരമ്പര്യം ചലനാത്മകമാണ്. ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ കേന്ദ്രം വ്യക്തമല്ല, സാമൂഹ്യ സാംസ്കാരിക ഗ്രൂപ്പാണ് എന്നാണ് DP മുഖർജിയുടെ പാരമ്പര്യവും മാറ്റം എന്നുള്ള ആശയത്തിൽ പറയുന്നത്. ദെൻ ഇന്ത്യയിലെ പാരമ്പര്യത്തിൻ്റെ 3 പരിവർത്തന തത്വങ്ങൾ ഏതെല്ലാം? ഇത് അദ്ദേഹത്തിന് ഇതെന്നാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ മ്യൂസിക് അല്ലേ. ശ്രുതി, സ്മൃതി, അനുഭവം. ഇത് അനുഭവമാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, സ്മൃതി എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, അനുഭവം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങളും കൂട്ടെ. ഇത് ചോദിക്കും. 3 പരിവർത്തന തത്വങ്ങൾ, ഇന്ത്യൻ പാരമ്പര്യത്തിലെ 3 പരിവർത്തന തത്വങ്ങൾ. ഇത് നിർബന്ധമായിട്ട് നോക്കുക. ഇത് ആരുടേതാണ്? DP മുഖർജിയാണ്. ഓക്കെ. ദെൻ AR ദേശായിയുടെ അഭിപ്രായത്തിൽ ക്ഷേമരാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റാണ് AR ദേശായിയുടെ അടിസ്ഥാനം. ക്ഷേമരാഷ്ട്രം എന്നുള്ളത് ഒരു ക്രിയാത്മക രാഷ്ട്രമാണ്. ക്ഷേമരാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അതായത് ബഹുകക്ഷി തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ബഹുകക്ഷികൾ, ഒരു പാർട്ടി മാത്രമല്ല, ഒന്നിലധികം കക്ഷികൾ ജനാധിപത്യത്തിൻ്റെ ഭാഗം. ക്ഷേമരാഷ്ട്രത്തിൽ മിക്സ്ഡ് എക്കോണമിയാണ്. സ്വകാര്യ പൊതുമേഖല സംരംഭങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നാണ് പറയുന്നത്. ദെൻ ക്ഷേമരാഷ്ട്രത്തിൻ്റെ പ്രവർത്തനം അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ. ഒന്ന് എന്താണ്? എല്ലാ പൗരന്മാർക്കും സുരക്ഷയും ദാരിദ്ര്യവും സാമൂഹ്യ വിവേചനം എന്നതിൽ മോചനം വേണം, സാമ്പത്തിക സമത്വം വേണം, സുസ്ഥിര വികസനം വേണം, എല്ലാവർക്കും തൊഴിൽ നൽകണം. ഇതൊക്കെയാണ് ക്ഷേമരാഷ്ട്രത്തിൽ പറയുന്നത്. വെൽഫെയർ സ്റ്റേറ്റിൽ ഇതൊക്കെ തന്നെ പറയുന്നത്. സമൂഹത്തിൻ്റെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ഉപയോഗിക്കണം. ദെൻ MN ശ്രീനിവാസനാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത്. MN ശ്രീനിവാസൻ നമുക്കറിയാം ഡോമിനൻ്റ് ക്ലാസ് എന്നൊക്കെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള ആശയം മുന്നോട്ട്. സാമൂഹിക ശാസ്ത്ര പഠനം ഗ്രാമപഠനങ്ങളിൽ നിന്നുള്ള പ്രാധാന്യം വിശദമാക്കുക എന്നുള്ളത് ഇത് അത്തരത്തിലുള്ള വംശീയ ശാസ്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ ഗ്രാമങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സഹായമാകുന്നത്. ദെൻ ഇന്ത്യൻ സമൂഹത്തിലെ മാറ്റത്തെക്കുറിച്ചും ആധുനിക സമൂഹത്തെ മാറ്റം പഠിക്കുന്ന ഗ്രാമപഠനങ്ങൾ സഹായിച്ചു എന്നുള്ളതാണ്. ലൂയിസ് ഡ്യൂമൻ്റെ ഇന്ത്യൻ ഗ്രാമത്തെക്കുറിച്ച് ആശയങ്ങളോട് MN ശ്രീനിവാസനെ എന്ത് ചെയ്തിട്ടുള്ള ഉയർത്തി. ജാതി ഗ്രാമത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഡ്യൂമണ്ട് ഉപയോഗിക്കുന്നത്. ഗ്രാമം വളരെ പ്രസക്തിയുള്ള ഒരു സമുദായമാണ്. ദെൻ ഗ്രാമം ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന സഞ്ചയമാണ്. ഗ്രാമങ്ങൾ ഏകോപന സമിതിയാണ്. ഗ്രാമങ്ങൾ നിലനിൽക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം, പക്ഷേ ജാതീയത നശിപ്പിക്കാൻ പറ്റൂല എന്നാണ് ഡ്യൂമണ്ട് പറയുന്നത്. ഗ്രാമീണ സാമൂഹിക ജീവിതത്തിൽ ഗ്രാമൈക്യത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ദെൻ സാമൂഹിക സ്ഥാപനങ്ങളായ ജാതി മതവും എന്നും നിലനിൽക്കുന്നു. ഗ്രാമങ്ങൾ മാറ്റമില്ലാത്തതാണെന്ന് കാരണം. ദെൻ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക ശാസ്ത്രജ്ഞന്മാരെ വഴിതെറ്റിക്കുന്നതെന്ന് ലൂയിസ്. ഗ്രാമങ്ങളൊന്നും സ്വയം പര്യാപ്തരമായിരുന്നില്ല എന്നാണ് MN ശ്രീനിവാസൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു 10ാമത്തെ പാഠത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളും സോഷ്യോളജിസ്റ്റിനെയാണ് നമ്മൾ ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. നന്നായിട്ട് റിവൈസ് ചെയ്യുക. നോട്ട്സ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ നോട്ട്സ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.